ഹാസ്യാഴ്ച പാതിരിയുടെ മുന്നിൽ പോയി കുമ്പസാരിക്കുവാൻ മുട്ടി നിൽക്കുന്നവർ മാത്രം ഈ വീഡിയോ കാണുക. അതെ, ഈ ഹാസ്യാഴ്ചയിൽ ആണ്ടുകുമ്പസാരത്തിന് പാതിരിയുടെ അടുത്തേക്ക് പായാൻ റെഡിയായിരിക്കുന്നവർ ഈ വീഡിയോ കാണുക. വിശുദ്ധ വേദപുസ്തക പ്രകാരം രഹസ്യകുമ്പസാരം വേദാനുസരണമോ അതോ പൈശാചികമോ എന്നാണ് റാന്തി സ്വദേശിയായ എബ്രഹാം ടി എലിശ ഇന്ന് നമ്മോട് വിശദമാക്കുന്നത്. പാതിരിക്ക് മുൻപാകെയുള്ള രഹസ്യകുമ്പസാരത്തിന് വചനപ്രകാരം യാതൊരു അടിസ്ഥാനമില്ലെന്നും ആണ്ടുകുമ്പസാരം സഭയുടെ വെറും ഒരു മാമൂലാണെന്നും അതിൻ്റെ പിന്നിൽ ദുഷ്ടലാക്കാണെന്നും മനസ്സിലാക്കുക. വിശ്വാസികളെ സഭയുടെ ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്തുവാനുള്ള ഒരു ടൂൾ മാത്രമാണ് കുമ്പസാരം. നിങ്ങളുടെ പാപം കേട്ട് വികാരിയുടെ വികാരമുണരുമെന്നും അവനെക്കൊണ്ട് നിങ്ങൾ പൊറുതിമുട്ടും എന്നും മനസ്സിലാക്കുക. നിങ്ങളുടെ തെറ്റുകൾ ദൈവം മുൻപാകെ ഏറ്റുപറയാമെന്നിരിക്കെ വികാരജീവിയായ ബലഹീനനും പാപിയുമായ സർവോപരി സകല തൊട്ടിത്തരവും കൈവശമുള്ള ഒരു കൂതാശ തൊഴിലാളിയോട് മനസ്സ് തുറക്കുന്നത് അപകടകരമാണെന്ന് ആത്മഹത്യാപരമാണെന്നും ഓർത്തഡോക്സ് സഭയിലെ കുമ്പസാര പീഡനവീരന്മാരായ പാതിരികൾ തന്നെ ദൃഷ്ടാന്തം കാണിച്ചു തന്നിട്ടുള്ളതാണ്. ബോധമുള്ള ആരും പാപകഥകൾ കേൾക്കുവാൻ ചെവിയും കൂർപ്പിച്ചിരിക്കുന്ന അയഞ്ഞ നൈറ്റ്യൂമിട്ടിരിക്കുന്ന ഈ മോന്മാരോട് നിങ്ങളുടെ മനസ്സ് തുറക്കരുത്. അതിലും ഭേദമാണ് നിങ്ങളുടെ നാട്ടിൽ കലിങ്കിൽ കാജാപിടിയും വലിച്ചിരിക്കുന്നവന്മാരോട് മനസ്സ് തുറക്കുന്നത്. അവർ നിങ്ങളെ ഒരിക്കലും ഇവന്മാരെ പോലെ പങ്കുവെക്കില്ല എന്നുറപ്പാണ്. കുമ്പസാരിച്ചേ അടങ്ങൂ, പൊതുയോഗത്തിന് ഇരുന്നേ മതിയാവൂ എന്ന് നിർബന്ധമുള്ളവർക്ക് പാതിരിയുടെ ചെവിയിൽ ചെന്ന് പറയാം, കത്തനാരെ, ഞാൻ ചെയ്ത പാപങ്ങൾ കേട്ടാൽ തൻ്റെ ഫിലമെന്റ് അടിച്ചു പോകും, അതുകൊണ്ട് ഞാനൊരു മലരും പറയുന്നില്ല, കുമ്പസാരിച്ചെന്ന് ആ പുസ്തകത്തിലോട്ടങ്ങോട്ട് എഴുതിയാട്ടെ എന്ന്. അത് മതി. ഇനി നമുക്ക് എബ്രഹാം ടി എലിശ അച്ചായൻ്റെ വാക്കുകൾ കേൾക്കാം. ഓർക്കുക, ആണ്ടുകുമ്പസാരത്തിൽ നിന്നാണ് അടുത്ത ഒരാണ്ടത്തേക്കുള്ള പ്രോസ്പെക്റ്റുകൾ കൂതാശപ്പണിക്കാരന്മാർ ഒപ്പിക്കുന്നത്. എബ്രഹാം ടി എലിശ റാന്നി. കുമ്പസാരം ഈ വടക്കൻ ദേശത്ത് നമ്മൾ എവിടെയും ഈ കുമ്പസാരത്തിന് വടക്കൊക്കെ ആണെങ്കിൽ കുമ്പസാര ഈ പാതിരിമാര് ഇരിക്കുമ്പോൾ അവരുടെ വലതുവശത്തായിട്ട് ഒരു ബക്കറ്റ് വെച്ചേക്കും. അതിനകത്ത് ആദ്യം അവർ തന്നെ ഒരു 500, 100 ഒക്കെ അങ്ങ് ഇടും. അപ്പൊ ഈ കുമ്പസാരിക്കുന്നവരൊക്കെ അതിൽ പണം ഇടണം. പണത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് വല്ല പാപങ്ങൾക്ക് മോചനം കിട്ടും. ഈ തെക്കൻ ദേശത്തൊക്കെ ആണെങ്കിൽ അവിടെ ഒരു ചർച്ചയോ എന്തെങ്കിലും ഇങ്ങനെ ഇട്ടേക്ക്, ഇവിടെ ഇത് വാങ്ങുന്നുണ്ട്. അപ്പൊ ഈ പണം കുറഞ്ഞു പോയാൽ പാപം അവിടെ നിലനിൽക്കും. പണം നല്ലവണ്ണം എമൗണ്ട് മുടക്കിയാൽ പാപത്തിന് കുറവ് കിട്ടും. നല്ല കട്ടിക്ക് പാതിരിയുടെ ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം. ബക്കറ്റ് പിരിവ്. പിന്നെ മൂന്നാമത്തെ കാര്യം, നിർബന്ധിച്ച് നടത്തുന്ന ഒരു കർമ്മമാണ്. ഈ കർമ്മം നടത്തിയില്ലെങ്കിൽ പൊതുയോഗത്തിലിരിക്കുകയില്ല, കൊച്ചിനെ മാമസാമുക്ക് തരികയല്ല, പെണ്ണ് കെട്ടിക്കുകയല്ല. ഇങ്ങനൊരു കർമ്മം വേദശാസ്ത്രത്തിലെങ്ങും ഇങ്ങനെ അടിക്കപ്പം തീറ്റുന്നൊരു നിയമം എങ്ങും ഇതുവരെയും ഭൂലോകത്തുണ്ടായിട്ടില്ല. ഈ കർമ്മം ഇവർക്ക് മാത്രമേ ഉള്ളൂ. ഈ ഒരു കർമ്മം കുമ്പസാരിച്ചില്ലെങ്കിൽ പൊതുയോഗത്തിലിരുത്തുകയില്ല. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഒരു മദ്യപാനിയെ പൊതുയോഗത്തിൽ ഇരുത്തുന്നില്ല എന്ന് ഇവർ പറയുന്നില്ല? ഒരു വ്യഭിചാരകനെ എനിക്ക് പലയിടത്തും അറിയാം, ഒന്നിലധികം ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കുന്ന, അവർ ട്രസ്റ്റിയായിട്ട് വരെ വേല ചെയ്യുന്നുണ്ട്. അവനെ പൊതുയോഗത്തിൽ ഇരുത്തുന്നില്ലെന്ന് പറയുന്നില്ല. അപ്പനെയും അമ്മയും അന്വേഷിക്കാതെ കള്ളടിച്ച് നടക്കുന്നവനെ പിന്നെ പൊതുയോഗത്തിൽ ഇരുത്തുകയില്ല എന്ന് പറയുന്നില്ല. പിടിച്ചുപറിക്കാരനും മോഷണക്കാരനും റംബൂട്ടാൻ സൈജുവിനെ പോലുള്ളവരെ പൊതുയോഗത്തിൽ ഇരുത്തുകയില്ല. കുമ്പസാരിപ്പിക്കാൻ ഇരിക്കുന്നവൻ ആരാ മുതല്? കുമ്പസാരിപ്പിക്കാനിരിക്കുന്നവരുടെ വിനോദങ്ങളെ കുറിച്ച് പറയാൻ പോകുന്നു. അപ്പൊ ഈ മാതൃകാപരമായ കൊടും പാപങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഇരിക്കാം, പക്ഷെ കുമ്പസാരിക്കണം. മറുഭാഗത്തൂടെ പാപം ചെയ്തുകൊണ്ടിരിക്കാം, ഇവിടെ വന്ന് ഇത് പറയുകയും ചെയ്യാം. പിടിക്കപ്പെടുകയും നാട്ടുകാർ അറിയുകയും ചെയ്യാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകത, ഞാൻ അനേക നാളുകൾ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകത, ഈ ഒരു 50 അല്ല 70, 80 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇടവകപ്പട്ടക്കാരായിരുന്നു. ഇടവകപ്പട്ടക്കാരെന്ന് പറഞ്ഞാൽ ആ ഇടവകയ്ക്ക് വേണ്ടി പട്ടം കിട്ടുന്ന അവരെ ട്രാൻസ്ഫർ ചെയ്യാൻ ഒക്കുകയില്ല. ആ കാലത്ത് സ്ഥലമാറ്റമില്ല. അപ്പൊ ആ ഇടവകയിലെ പട്ടക്കാരെന്ന് പറഞ്ഞാൽ ആ ഇടവകയിലെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ളൊരു വ്യക്തിയുടെ മോനെ ആയിരിക്കും എടുക്കുന്നത്. അത് കാനൂനികമായിട്ടും പറയുന്നുണ്ട്, അല്പം സാമ്പത്തികമുള്ളവനെ എടുക്കണമെന്ന്. കാരണം പള്ളിയിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിലും ജീവിതം നടന്നു പോകണം, അതിനു വേണ്ടി സാമ്പത്തികം. അപ്പൊ ഈ സാമ്പത്തികമുള്ളവനെ എടുക്കുന്ന നിമിത്തം ഈ ഇടവകയിൽപ്പെട്ട സാമ്പത്തികമില്ലാത്ത നിർദോഷികളായ ദൈവഭക്തന്മാരായ ആളുകളെ ഇവർ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഭരണം നടത്തിയിരുന്നു. ഉഗാണ്ടയിലെ ഇദി അമീനെ പോലെ, ലിബിയയിലെ ഗദ്ദാഫിയെ പോലെ,
ഇറാഖിലെ സദാം ഹുസൈനെ പോലെ ഉരുക്കുമുഷ്ടി കൊണ്ട് തന്റെ ജനത്തെ നയിച്ചിരുന്നു. തൻ നിമിത്തം ഈ ജനങ്ങളിൽ അധികവും വീർപ്പുമുട്ടി ശ്വാസം മുട്ടി സഭ വിട്ടുപോയിട്ടുണ്ട്. ഈ ഇതര സഭകളെ, ഈ കേരളത്തിൽ തന്നെ ഇതര സഭകളെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സാത്താന്റെ ഏജന്റന്മാരായിരുന്നു ഈ പുരോഹിതന്മാരാണ്. ഇവരുടെ ഭയങ്കരമായ കൊടും ക്രൂരത വഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഓടിപ്പോകുന്നു, ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോകുന്നു. ഒരു വിഭാഗം ആളുകൾ പെന്തിക്കോസ്റ്റിൽ പോകുന്നുണ്ടെന്ന് ഭൂരിഭാഗം വിഭാഗങ്ങളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിരീശ്വരന്മാരായി മാറിപ്പോ. ഇത്തിരി പ്രാർത്ഥന നമുക്ക് വേണ്ട. ഈ ഇടവപ്പെട്ടക്കാര ഈ ക്രൂരത കാണിച്ചപ്പോൾ ശ്വാസം മുട്ടിയ ജനങ്ങൾ ഇദ്ദേഹത്തിന് എതിരായിട്ട് തിരിഞ്ഞു. അങ്ങനെ പുരോഹിത നേരെ തിരിഞ്ഞ് ചില കാര്യങ്ങൾ കേൾക്കാതെയൊക്കെ ഒളിവിടത്തിൽ നിന്നൊക്കെ പറഞ്ഞ് അവരൊരു സമൂഹമായി മാറുന്നത് കണ്ടപ്പോൾ ഇവരുടെ പിടിയിൽ ഇത് നിൽക്കാതെ വന്നു പള്ളി ഭരണം. അപ്പൊ ഈ ജനത്തെ അടിച്ചൊതുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉരുക്ക് കമ്പിയാണ് ഈ കുമ്പസാരം. കാരണം ഇവനെല്ലാം എന്തെങ്കിലും കൊളതാഴിമയൊക്കെ കാണിച്ചാൽ ഈ ആളിന്റെ മുന്നേ വന്ന് മുട്ടുകുത്തേണ്ടതല്ലേ, അല്ലെങ്കിൽ പുരോഹിത ശാപം വരികയല്ല. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന വെറും ഒരു ആയുധമായി. ഇത് ദൈവികമായ കൂതാശയല്ല, ഇത് അപ്പോസ്തലിക പഠിപ്പിക്കലല്ല. അത് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ അതിന് തെളിയിച്ചു തരാം. ഇതിന് ഈ രഹസ്യ കുമ്പസാരത്തിന് ഇവർ കൊടുക്കുന്ന വാക്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-19 വാക്യമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഉദ്ധാനം ചെയ്തവനായ യേശു ശിഷ്യന്മാരെ ഒടുവിലായിട്ട് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൊടുത്തേച്ചും വരുന്നുണ്ട്. നിങ്ങളുടെ ആരുടെ പാപം നിങ്ങൾ നിലനിർത്തുവോ നിലനിൽക്കും, ആരുടെ പാപം നിങ്ങൾ മോചിക്കുമോ അത് മോചിച്ചിരിക്കും. ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാതെ സത്യമായ നിഷ്പക്ഷമായ യേശുവിന്റെ ആത്മാവിൽ കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഈ വരം ദൈവികമായി ഇവർക്ക് ലഭിച്ചു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെടും. ദൈവികമായിട്ട് അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ആണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനാണെങ്കിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-1 വാക്യത്തിൽ പറയുന്നു, അവൻ 12 ശിഷ്യന്മാരെ അരികെ വിളിച്ചു നിർത്തി അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനക്കാരെയും വ്യാധികളെയും പൊറുപ്പിക്കാനും അവർക്ക് അധികാരം കൊടുത്തു. ഈ അധികാരങ്ങള് ഇന്ന് ഈ പാതിരിമാർക്കില്ല. കുമ്പസാരിക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ, കുമ്പസാരിപ്പിക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ മാനദണ്ഡം കേൾക്കുന്ന മനുഷ്യനൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദൈവം കൊടുത്തിരിക്കുന്ന അധികാരം ഇവരുടെ അടുത്ത് ഏതെങ്കിലും ഒരു വ്യാധിയും കൊണ്ട് ചെന്നാൽ മാറുമോ? പഴയ കാലത്ത് ഒരു പാവരിക്ക് ഈ മന്തിന് ചികിത്സ ഉണ്ടായിരുന്നു. അപ്പൊ ഒരാളിങ്ങനെ ആശുപത്രി ചെന്നവന്റെ വെള്ളയിൽ ഒരു നീര്, അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് മന്തിന്റെ ആരംഭമാണ്, മന്ത് ചികിത്സയുള്ള ആരെങ്കിലും കണ്ട് ചികിത്സിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ ഒരു വൈദികന്റെ അടുത്ത് ചെന്ന് മന്ത് ചികിത്സയ്ക്ക് അതിന് മരുന്നും എല്ലാം കൂടെ കൊടുത്ത് ആ കാലത്ത് 100 രൂപയും വാങ്ങിച്ചു. അത് കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കാറ്റടിച്ചപ്പോ ഈ കുപ്പായം മാറി. നല്ല കാറ്റടിച്ച് കുപ്പായം മാറിയപ്പോ അച്ഛന്റെ 2 കാലയിലും മന്ത്. ഈ 2 കാലയെ മന്തുള്ളവൻ മൂടി വെച്ചേച്ച് ഒരു വിരലിച്ചിര നീരുള്ളവനെ ചികിത്സിക്കാൻ പോകുന്ന പരിപാടിയല്ലേ ഈ കുമ്പസാരം, ഈ രഹസ്യ കുമ്പസാരം എന്ന് ഞാൻ ചോദിച്ചാൽ അല്ല എന്ന് തീർത്ത് പറയാൻ ആർക്ക് കഴിയും? അപ്പോൾ ഇത് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ എന്തോ ഇവർക്ക് അധികാരമുള്ളത്? ഇവർ തന്നെ അശുദ്ധരാണല്ലോ. കാരണം ഇവര് പറയുന്നുണ്ട് ഞാനോ അതാ ഈ കുർബാന കഴിഞ്ഞ് ആസ്വദിക്കുമ്പോൾ ഞാനോ ബലഹീനനും പാപിയുമായ നിങ്ങളുടെ ദാസൻ. അങ്ങനെ ഒരു ബലഹീനനും പാപിക്കും മറ്റൊരു പാപിയുടെ പാപത്തെ പൊറുപ്പിക്കാൻ എങ്ങനെ കഴിയും? വീണ്ടും ചോദിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഞാനൊരിക്കലും ഒരു നല്ല സ്വാമിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്നൊരു നല്ല വചനം കിട്ടി. പാപം ചെയ്യുന്നതിന് ഏറെക്കുറെ തുല്യമാണ് പാപം കേൾക്കുന്നതെന്ന്. ഈ പാപമെല്ലാം കൂടി ഇവര് കേട്ടിട്ട് ഇവർക്ക് അധികാരമില്ലാത്ത കാര്യം കയറി എടുത്തിട്ട് ഇവരുടെ വീട് കിടന്ന് ഉച്ചിയും കുത്തി മറിയുകയാണ്. അതിന് പൊക്കോട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19 ഭൂമിയിൽ കെട്ടും നോക്കി സ്വർഗത്തിൽ കെട്ടപ്പെടും. എന്റെ അഭിപ്രായം ഇങ്ങനൊരു അധികാരം ഇവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അധികാരം പെണ്ണിന്റെ കഴുത്തിൽ മിന്നു കെട്ടിക്കാനുള്ള അധികാരമാണ്. അതായത് പണ്ട് ഒരു വൈദികൻ ഒരു പെണ്ണിന്റെ കല്യാണം നടത്തി. ഇവൻ സ്വല്പം വികലാംഗനായതുകൊണ്ട് ഈ കെട്ടിന്റെ ഭൂരിഭാഗം അച്ഛൻ തന്നെയാണ് കെട്ടിയത്. ഒരാഴ്ച കഴിഞ്ഞ് ബസ്സിൽ കയറിയപ്പോഴ് ഇവര് ഭാര്യയും ഭർത്താവും കൂടെ സീറ്റയിലിരുന്ന് സംസാരിച്ച് സന്തോഷമായിട്ടിരിക്കുന്നു. അച്ഛൻ കയറി, അച്ഛന് സീറ്റ് കിട്ടിയില്ല. എഴുന്നേറ്റ് അച്ഛന് സീറ്റ് കൊടുക്കാഞ്ഞതിന്റെ പ്രതികാരമായിട്ട് പിറ്റേ ഞായറാഴ്ച പള്ളി കുർബാനയ്ക്ക് വന്നപ്പോൾ ഇവരെ അൾത്താരയിലേക്ക് വിളിച്ചിട്ട് ഇവനോട് പറഞ്ഞാൽ കെട്ടഴിക്കാൻ പറഞ്ഞു. ഇവൻ ഞാനിത് വേറെ എന്തെങ്കിലും കൂതാശയാവല്ലോ ആവശ്യമായിരിക്കും, ഇത് അഴിച്ചു കൊടുക്കുന്ന ഈ മിന്നു
ഈ ചരടും കൊണ്ട് അച്ഛൻ കടന്നു കളഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ കെട്ടിക്കാനുള്ള അധികാരം ഉണ്ടെങ്കിൽ നിനക്ക് ഇത് അഴിച്ചുവിടാനും എനിക്ക് അധികാരം ഉണ്ടാകും. അവൻ മുണ്ണയായിട്ടല്ലേ അവന്റെ ആ മുട്ടുകാലം അവന്റെ കേന്ദ്രഭാഗത്ത് ഇടിച്ചങ്ങ് കയറ്റുമായിരുന്നെങ്കിൽ അവൻ ആ പണി കാണിക്കുമായിരുന്നു. ഇതിനെ കഴിവില്ലാതെ വിശ്വാസികൾക്ക് പോകുമ്പോഴല്ലേ സംഭവിക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ കെട്ടുവാനും അഴിക്കുവാനുള്ള അധികാരം എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ കഴുത്തേലെ മിന്നി കെട്ടാനും അവരുടെ ഇഷ്ടത്തിന് പെണ്ണു നിന്നില്ലെങ്കിൽ അത് അഴിച്ചുവിടാനുമുള്ള അധികാരം ഇവർക്കുണ്ടെന്നാണ് ഞാൻ ഈ പറയുന്നത്. ഏതായാലും അച്ഛന്റെ പിന്നെ ഭാര്യ കുറച്ച് നല്ലവളായിരുന്നോണ്ട് അവൾ ഓടിച്ചെന്ന് നൂല് വാങ്ങിച്ച് അച്ഛന്റെ കൊടുത്തിട്ട് മിന്നു വാങ്ങിച്ച സ്വർണ്ണമല്ലേ അത് ഇവരുടെ തിരികെ കൊടുത്തായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഈ കെട്ടാനും അഴിക്കാനുള്ള അധികാരം വേദശാസ്ത്രത്തിൽ നിന്ന് ഞാൻ പറയാൻ പോവാ. വേദശാസ്ത്രത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അത് ഹനനിയാസും സഫീറ എന്നൊരു ഭാര്യയും ഭർത്താവുമാണ്. 1-ാം നൂറ്റാണ്ടിൽ ഈ ക്രിസ്തുമതത്തിൽ തീരുന്നവരൊക്കെ അവരുടെ സ്വത്തുക്കൾ വിറ്റ് ശിഷ്യന്മാരുടെ കാൽക്കൽ കൊണ്ട് വെക്കുമായിരുന്നു. അങ്ങനെ സഹനവും വിട്ട് യേശുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികളായിരുന്നു അന്നത്തെ. അങ്ങനെ ഇവരുടെ വസ്തു വിറ്റേച്ച് ഒരു ഭാഗം എടുത്ത് എളിയത്ത് പാച്ചു വെച്ചേച്ച് ബാക്കി കൊണ്ട് പത്രോസിന്റെ കാൽക്കൽ വെച്ചു. അപ്പൊ പത്രോസ് ശ്ലീഹ ചോദിക്കുന്ന വാക്കുണ്ട്, ഇത്രയ്ക്കോ നീ ഇതിന് വിറ്റ്? അതെ, ഇത്രേ ഉള്ളൂ. ഉടനെ പറയുന്ന, അനനിയാസേ, ഇത് വിൽക്കുന്നതിന് മുമ്പ് നിന്റെ ആയിരുന്നു, വിറ്റ് കഴിഞ്ഞ് നിന്റെ ആയിരുന്നു, ഇവിടെ കൊണ്ടുവരാൻ ആരും നിന്നോട് പറഞ്ഞില്ല. നീ ഇതിവിടെ കൊണ്ട് വെച്ചിട്ട് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നവനെ എന്ന് പറഞ്ഞപ്പോൾ അവൻ സ്പോട്ടിൽ വീണ് മരിച്ചതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു. അവൻ പത്രോസിന്റെ കാൽക്കൽ വീണ് ചത്തുപോയി, മരിച്ചുപോയി. അവനെ കെട്ടി. ഇതൊന്നും ഈ സംഭവം ഒന്നും അറിയാതെ ഭാര്യ മറുവാതിക്കൽ കൂടെ കയറി വന്നപ്പോൾ പത്രോസ് ചോദിക്കുന്നു, നിങ്ങൾ ഇത്ര രൂപയ്ക്കാന്ന വസ്തു വിറ്റാന്നു എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഈ കാപട്യത്തിന് ഭർത്താവും ഭാര്യയും കൂടെ ഒത്തുകളിച്ചത് കൊണ്ട് നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരെ മമ്മട്ടിയുമായിട്ടുള്ള വാതിക്കൽ വന്നിരിപ്പുണ്ട്, അവർ നിന്നെയും കൊണ്ട് കുഴിച്ചിടുന്നുള്ളത് ഇവളും അവിടെ ചത്തുവീണു. ഞാൻ കണ്ടതല്ല, വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സംഭവമായിരുന്നു. ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞതെന്നുള്ള വിശദമായിട്ട് ബൈബിളിലുണ്ട്. ഈ വാക്യം പറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള അപ്പോസ്തലിയന്മാര് ഈ വിശ്വാസികളെ, ഈ മുണ്ണകളെ പേടിപ്പിച്ച് അവന്റെ ദശാംശവും അവന്റെ മറ്റേ ഓഹരിയും ഒക്കെ പെടുന്നത്. അപ്പോഴേ ഇതെന്ന് പറയുന്നത് അവൻ വ്യാജം കാണിച്ചതുകൊണ്ട് അവനെ കെട്ടി. അതാണ് കെട്ടാനുള്ള അധികാരം. ഇനി അഴിക്കാനുള്ള അധികാരം അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ 8 വരെയുള്ള ഭാഗം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നു, നമസ്കരിക്കാനായിട്ട് പത്രോസും പിന്നെ വേറൊരാളും കൂടി ദേവാലയത്തിലേക്ക് പോകുമ്പോൾ യെരുശലേം ദേവാലയത്തിൽ സുന്ദരം എന്ന ഗോപുരവാതിക്കലിരുന്ന് ഒരുത്തൻ ഭിക്ഷ ചോദിച്ചു. അപ്പോൾ പത്രോസ് അവനെ ഉറ്റുനോക്കിയെന്നാണ്. ഉറ്റുനോക്കിയിട്ട്, പൊന്നും വെള്ളിയും എനിക്ക് തരാനില്ല, നസറേനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേക്കെന്ന് പറഞ്ഞു. അവൻ ചാടി എഴുന്നേറ്റ് അവന്റെ നരിയാണി ഉറച്ചെന്ന് പറഞ്ഞ കാലിന്റെ ഉപ്പൂറ്റിയൊക്കെ നിലത്ത് ഉറപ്പിച്ചിട്ട് ഇവരോടുകൂടി ദേവാലയത്തിൽ കയറി തത്തിത്തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ 8 വരെയുള്ള ഭാഗത്ത് പറയുന്നുണ്ട്. അവൻ ഭിക്ഷക്കാരനായിരുന്നു. അവരുടെ വീട്ടുകാരവനെ അവിടെ കൊണ്ടിരുത്തും, വൈകിട്ട് പൈസ അവനെയും കൂടെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞത്, പൈശാചികമാകുന്ന അവന്റെ ബന്ധനത്തെ പത്രോസ്ലീഹ അഴിച്ചുവിട്ടു. നീ ഭൂമിയിൽ കെട്ടുന്നൊക്കെ ഞാൻ കെട്ടും, നീ സ്വർഗത്തിൽ കെട്ടുന്നു, നീ ഭൂമിയിൽ അഴിക്കുന്ന ഞാൻ അഴിക്കും, സ്വർഗത്തിൽ അഴിച്ചു, അവനെ സൗഖ്യം പാർത്തു. ഇതാണ്, അല്ലാതെ കർമ്മപാപം. ഇവര് നമ്മളെ പഠിപ്പിക്കുന്ന ഈ കള്ളപ്പാതിരിമാര് നമ്മളെ പഠിപ്പിക്കുന്ന എന്റെ കർമ്മപാപം, എന്റെ ജന്മത്തിൽ വന്ന കർമ്മപാപം ഞാൻ ചെയ്തിരിക്കുന്ന അവരോട് പറഞ്ഞാൽ എനിക്ക് മോചനം കിട്ടുമെന്നാണ്. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ചോദിക്കുകയാണ്. ഈ നമ്മുടെ ഈ സുറിയാനി സഭയുടെ ഏറ്റവും വലിയൊരു ശാപമാണ് ഈ ദേറാകൾ, ആശ്രമങ്ങൾ. അതിന്റെ പ്രധാന കാരണം ആശ്രമക്കാരനാരും ഒരു ദേറ സ്ഥാപിച്ചിട്ടില്ല. ഇപ്പൊ തന്നെ തടാകം ആശ്രമം എന്ന് പറയുന്നത് കല്യാണം കഴിച്ച സാഹിബിന് ഭാര്യ ഉണ്ടായിരുന്നു. മൈലപ്പുറം ആശ്രമം എന്ന് പറയുന്നത് അദ്ദേഹം റംബാനായിട്ട് ഇങ്ങനെ നടന്നു, അദ്ദേഹം ഒരു ആശ്രമക്കാരനല്ല. ഇങ്ങനെ അതുപോലെ തന്നെ ബദനി ആശ്രമം മാത്രം ഒരു സന്യാസി സ്ഥാപിച്ചാണെന്ന് വേണമെങ്കിൽ വിശ്വസിക്കാൻ പറ്റിയ ഒരു കുഴപ്പം പറ്റിപ്പോയി. ഈ പത്തനാപുരം താബോർ ദേറ സന്യാസി സ്ഥാപിച്ചതല്ല, അദ്ദേഹം ഒരു ബിഷപ്പാണെന്നേ ഉള്ളൂ. എന്നാൽ ബദനി ആശ്രമത്തിന് സന്യാസിയായിരുന്നു മാർ ഇവാനിയോസ്, നല്ല സന്യാസിയായിരുന്നു. അക്കാലത്ത് പിന്നെ സ്വർഗവും ഭൂമിയും അംഗീകരിക്കപ്പെട്ട സന്യാസിയായിരുന്നു. അദ്ദേഹമാണ് ബദനി ആശ്രമം സ്ഥാപിച്ചത്. പക്ഷേ ഒരു ദോഷം പറ്റിപ്പോയി. കോഴിയെ അടവെച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് അതിന്റെ പപ്പും തൂവലും കിളിക്കുന്നതിന് മുമ്പേ തള്ളക്കോഴിയെ പരുന്തു കൊണ്ടുപോയി. കാരണം അദ്ദേഹം സഭ വിട്ട് പോകേണ്ടി വന്നു. അപ്പൊ പിന്നെ ഈ പപ്പും തൂവലും കിളിക്കാത്ത കോഴിക്കുഞ്ഞിന്റെ അനുഭവം എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ നടപടി ദോഷത്തിന്റെ മേൽ പാപത്തിന്റെ മുകളിൽ പാപം കൂട്ടുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനമാണ് ദേറ എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്. തിൻസിയാശ്രമം റാന്നിയിലെ, അതുപോലെ മൈലപ്പുറ ആശ്രമം. ഇതിനെയൊക്കെ ഇനിയും ഇത് മാത്രമായിട്ട് ഇനി ഞാനൊരു വിശദീകരണം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ അത് പറയുന്നില്ല.
എന്നാൽ പാപത്തെ മോചിച്ചു കിട്ടാൻ എന്ത് ചെയ്യണമെന്നുള്ള ഞാനിപ്പോൾ വിശദീകരിച്ചത് ഭൂമിയിൽ കെട്ടുന്നത് ഇന്നതാണെന്നാ പറഞ്ഞത്. എന്നാൽ ഒരു വിശ്വാസിക്ക് പാപം മോചിച്ചു കിട്ടാൻ എന്ത് വേണം? ഈ പാതിരിയുടെ അടുത്ത് പോയി കുമ്പസാരിക്കാതെ ദൈവം ഏത് കാര്യമാണ് നമ്മളെ ഇത് ക്രമീകരിച്ചിരിക്കുന്നുള്ളതിന്റെ തെളിവ് യെശയ്യാ പ്രവാചകന്റെ 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സാറാഫുകൾ ഒരുവൻ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്ന് ഒരുത്തൻ പക്കൽ ഒരുത്തൻ വന്നിട്ട് പരിശുദ്ധൻ നീ പരിശുദ്ധൻ ആർത്തട്ടഹസിക്കുന്നത് ഞാൻ കണ്ടു. യെശയ്യാവ് പറയാണ്. കണ്ടു കഴിഞ്ഞപ്പോ യെശയ്യാവ് പറയുന്നുണ്ട്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്തവരുള്ളൂ ഒരു മനുഷ്യൻ, ഞാൻ എന്റെ ദൈവത്തെ കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞ് അവൻ അനുദപിക്കുന്നു. മാർത്തടിച്ചവൻ അനുദപിച്ചു കഴിഞ്ഞപ്പോൾ സാറാഫിൽ ഒരുത്തനൊരു കൊടിലിൽ തീക്കനൽ കൊണ്ടുവന്ന് യെശയ്യാവിന്റെ അധരന്മേൽ തൊടിയിച്ചപ്പോൾ അവൻ ശുദ്ധിയുള്ളവനായി, അവൻ പാപരഹിതനായി, അവൻ വിശുദ്ധനായി. അപ്പൊ സൂചിപ്പിച്ചത് ഈ കള്ളപ്പാതിയുടെ മുമ്പിൽ മുട്ടുകുത്തി പാപങ്ങൾ ഏറ്റുപറയുകയല്ല, ഞാൻ എന്റെ സ്വന്തം നാവുകൊണ്ടും എന്റെ സ്വന്തം പ്രവർത്തികളെ വന്നുപോയത് തെറ്റുകളെ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ ദൈവം എനിക്ക് പാപമോചനം തരും. ദൈവം ഞാൻ ഉദ്ദേശിക്കുന്നത് കന്യാമറിയത്തിൽ നിന്ന് ജഡാവതാരം ചെയ്ത് യേശു എനിക്ക് മോചനം തരും. ഈ തീക്കട്ട ഇങ്ങനെ വെച്ചത് കൊണ്ടാണ് ഈ പഴയ കാലത്ത് കുർബാന കൊടുക്കുമ്പോൾ പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുന്ന തീക്കട്ട ഇതാണെന്നും പറഞ്ഞാൽ കുർബാന കൊടുത്തുകൊണ്ടിരുന്നത്. രണ്ടാമത് ചിന്തിക്കുന്നത് ദാവീദിന്റെ ഒരു സംഭവമാണ്. ദാവീദ് ബേത്ശബയെ പരിഗ്രഹിക്കാൻ വേണ്ടി, വിവാഹം ചെയ്യാൻ വേണ്ടി, അവളോടുകൂടി ശയിക്കാൻ വേണ്ടി അവിടെ ഭർത്താവിനെ കൊന്നു. ഊര്യാവ് എന്ന് പറയുന്ന അവിടെ ഭർത്താവിനെ യുദ്ധത്തിന്റെ മുന്നണിയിൽ നിർത്തി മനഃപൂർവ്വം അവനെ വെട്ടിക്കൊല്ലിച്ചു. അതിനുശേഷം മിടുക്കനായിട്ട് ദാവീദ് നിൽക്കുകയായിരുന്നു. ഞാൻ രാജാവാണല്ലോ, എന്നെ ശിക്ഷിക്കാൻ ആരാന്ന് മിടുക്കനായിട്ട് നിൽക്കുമ്പോഴാണ് സ്വർഗത്തിലെ ദൈവം ഓടുന്ന നാഥാൻ പ്രവാചകനെ ഇവന്റെ മുന്നേ വിട്ടു. ഇവന്റെ പാപത്തെ കുറിച്ചുള്ള ബോധം വരിച്ചപ്പോൾ ഇവൻ തന്നെ പറയുന്നു, ആ ദുഷ്ടനാരവൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്, ആ ദുഷ്ടൻ നീ തന്നെയാടാന്ന് വിരൽ ചൂണ്ടി പറഞ്ഞവനാണ് നാഥാൻ പ്രവാചകൻ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ദാവീദ് മറ്റുള്ള നീ എന്നെ ശാസിക്കാൻ ആരാണെന്ന് ഇന്നത്തെ കാലത്ത് മന്ത്രിമാര് ചോദിക്കുന്ന പോലെ ചോദിക്കാതെ രാജാവ് തന്റെ കിരീടം മാറ്റിവെച്ചു, രാജാവ് തന്റെ രാജവസ്ത്രം മാറ്റിവെച്ചു, രാജാവ് കാലിലെ ചെരുപ്പ് ഊരി കളഞ്ഞു. ആ പ്രവാചകനോട് ദാവീദ് പറയുന്നു, പ്രവാചക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ തെറ്റ് ചെയ്തു പോയി. അതിന്റെ പരിഹാരത്തിന് വേണ്ടി ദാവീദ് ഈ സിംഹാസനം വിട്ടിട്ട് അതുല്ലാടെ ഗുഹയിലേക്ക് ഓടിപ്പോകുന്നു. ആ ഗുഹയിൽ എത്തണമെങ്കിൽ സൈത്ത് പർവ്വതം കയറി അപ്പുറം കിടക്കണം. അതിന് ഈ സൈത്ത് പർവ്വതത്തിൽ ദാവീദ് ചെരുപ്പില്ലാതെ കയറി പോകുമ്പോൾ കാല് മണലിൽ മുട്ടി രക്തം വാർന്നൊഴുകി. തന്റെ തലമുടി പിച്ചിപ്പറിച്ചിട്ട് രക്തം വരുന്ന ഭാഗത്ത് പൂഴിമണ്ണ് വാരിയിട്ടു. അതിന് പാടുന്നുണ്ട്, പാട്ടുകാരൻ പാടുന്നുണ്ട്, എന്തലയിൽ പൊടി മണ്ണിപ്പോൾ വരിയിടേണ്ടിയിരിക്കും. അങ്ങനെ രട്ടുടുത്ത് ചാക്കിശീല ധരിച്ച് അതില്ലാതെ ഗുഹയിൽ കിടന്ന് കരയുമ്പോൾ 39-40 ദിവസം ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ആ ദൂതൻ ദാവീദിനോട് പറയുന്നു, നിന്റെ പ്രാർത്ഥനയും കണ്ണുനീരും ദൈവം സ്വീകരിച്ചു. നീ ഓർന്നാന്റെ കളപ്പറ വാങ്ങിച്ച് അവിടെ ഒരു യാഗം കഴിക്കാൻ പറഞ്ഞു. ആ യാഗത്തിൽ പ്രസാദിച്ച ദൈവം ദാവീദിന്റെ പാപം മോചിച്ചു. ഈ ദാവീദും യെശയ്യാവും ഒക്കെ പുരോഹിതന്റെ അടുത്ത് പോയി കുമ്പസാരിച്ചിട്ടാണോ പാപം മോചിച്ച് കിട്ടിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി വീണ്ടും നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള ഭാഗത്തിൽ നമുക്ക് എല്ലാവർക്കും മനഃപ്പാഠം അറിയാവുന്നതാണ് ധൂർത്തുപുത്രന്റെ കഥ. മുടിയനായ പുത്രൻ അവന് പാപബോധം വന്നു, അവന് സുബോധം വന്നു എന്ന് ബൈബിൾ വരുന്നുണ്ട്. അവന് പാപബോധം വന്നു, സുബോധം വന്നപ്പോൾ അവൻ ഓടിപ്പോയി പള്ളിയിൽ പോയി കുമ്പസാരിക്കുകയല്ലായിരുന്നു അവൻ ചെയ്തത്. അവൻ ദൈവസന്നിധിയിൽ കവണ് വീണു. അവന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് അവൻ മടങ്ങി വന്നു. അവന്റെ പാപങ്ങളെ അപ്പനോട് അവൻ ഏറ്റുപറഞ്ഞു, അപ്പാ സ്വർഗത്തോടും നിന്നോടും ഞാൻ പിഴ ചെയ്തു പോയി, നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് അർഹതയില്ല. എങ്കിൽ നിന്റെ വേലക്കാലൊരുവനെ പോലെ എങ്കിലും എന്നെ കൈക്കൊള്ളണമേ, എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് മാർത്തടിച്ച് അവൻ അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പൻ അവന്റെ കഴുത്തെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചു എന്നാണ്. അവന്റെ കൈക്ക് മോതിരം വിട്ടു കൊടുക്കുന്നു, അവന് വിശുദ്ധ വസ്ത്രങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ സ്വയം അനുദപിക്കാതെ പള്ളിയിൽ ചെന്ന് എന്നേക്കാൾ കൂടുതൽ പാപം ചെയ്ത് 2 കാലം മന്തുള്ള ഈ കള്ളപ്പാതിരിമാരോട് ഇതേറ്റ് പറഞ്ഞാൽ എന്ത് വിശേഷമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയുന്ന പാപമാണെങ്കിൽ തെറ്റാണെങ്കിൽ ദൈവം തീക്കനലിറക്കി എന്നെ ദഹിപ്പിച്ചു കളയട്ടെ. വീണ്ടും നോക്കിക്ക് അടുത്തത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ യേശുവിന്റെ അടുത്തൊരു പക്ഷവാതക്കാരനെ കൊണ്ടുവരുന്നു.
ആ പക്ഷപാതക്കാരനെ കണ്ടപ്പോൾ നിന്റെ രോഗം സൗഖ്യപ്പെടട്ടെ നല്ല യേശു പറഞ്ഞത്, മകനെ നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു എന്നാണ്. പാപത്തിന്റെ ശമ്പളമായിട്ടും രോഗം ഉണ്ടാകാം, മരണവും ഉണ്ടാകാം. നിന്റെ രോഗം സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് കൈവച്ച് പ്രാർത്ഥിക്കുകയല്ല, മകനെ നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു. പിന്നെ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 49 വരെ വാക്യത്തിൽ യേശു ഒരു ഭവനത്തിലിരിക്കുമ്പോൾ വെങ്കൽ ഭരണിയിൽ പരിമള തൈലം കൊണ്ടുവന്ന് അവന്റെ കാൽക്കൽ ഒഴിച്ച് തലമുടി കൊണ്ട് അവിടെ കണ്ണുനീര് കൊണ്ട് പാദം കഴുകി തലമുടി കൊണ്ട് തുടച്ച ഒരു പാപിനിയായ സ്ത്രീയെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ആ സ്ത്രീ ഇടയ്ക്കൊരു വിഷയം വിട്ടു പറയാണ്. അവൾ തലമുടി കൊണ്ട് പാദം തുടച്ചത് അവിടെ ഒരു കർച്ചീഫോ ടവലോ ഒന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കുകയല്ല തലമുടി കൊണ്ട് അവൾ തുടച്ചതിന്റെ പ്രധാനമായ ആത്മീയ മർമ്മം. ഈ തലമുടി കണ്ട അനേക പുരുഷന്മാരെ ഞാൻ എന്നിലേക്ക് ആകർഷിച്ചു. ഈ തലമുടി എനിക്ക് വേണ്ട, നിന്റെ പാദത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ അവള് പരിപൂർണമായ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ യേശു അവളോട് പറഞ്ഞിരിക്കുന്ന, സ്ത്രീയെ എന്ന് വിളിക്കാതെ അവളെ വിളിച്ച, മകളെ നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു. ഈ സ്ത്രീയെ ഈ വെങ്കൽ ഭരണി എടുക്കാതെ ഒലക്കെ എടുക്കാതെ ഒരു കൂടും എഴുതി കൊണ്ട് പള്ളി കത്തിച്ച് വെച്ചിട്ട് ഈ കള്ളപ്പാതിരിയോട് ഈ പാപം ഏറ്റു പറഞ്ഞിരുന്നതിൽ പാപം മോചിച്ചു കിട്ടുമോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും മറുപടി പറ. വേറൊരു കാര്യം കൂടെ നമ്മൾ ഇങ്ങനെ പാപങ്ങളുടെ പട്ടിക ധാരാളമായി കിടക്കുന്നു. ഈ പാപങ്ങൾക്കൊക്കെ ഏക പരിഹാരം യേശുവാണ്. യേശുവിന് മാത്രമേ ഭൂമിയിൽ പാപങ്ങളെ മോചിക്കാൻ അധികാരമുള്ളൂ. വീണ്ടും ഒരു കാര്യം ഞാൻ ഈ കഴിഞ്ഞ രാത്രി ഇരുന്നപ്പോൾ ചിന്തിച്ചു. അതിന് മുമ്പ് ഞാൻ ഇത്രയും ചിന്തിച്ചിട്ടില്ല. ഈ പാതിരിമാര് ഈ സുറിയാനി സഭയിലെ എല്ലാ സഭയിലെയും മാമോദിസ ശിശുസ്നാനം കൊടുക്കുന്ന സകല സഭകളിലെയും പാതിരിമാര് എന്നെ കൊണ്ട് എന്റെ നാവ് കൊണ്ട് സാത്താനെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയിപ്പിക്കുന്നില്ല. സാത്താനെ ഞാൻ ഉപേക്ഷിച്ച് മശിഹായിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് ഒരു കുപ്പി കള്ള് ഒരു ഊണിനും വേണ്ടി കൂലിക്ക് വന്നിരിക്കുന്ന തലത്തൊട്ടപ്പനാണ് ഇത് പറഞ്ഞത്. ഞാൻ എന്റെ നാവ് കൊണ്ട് പറയിപ്പിച്ചിട്ടില്ല. എനിക്ക് പ്രായപൂർത്തിയായപ്പോൾ ഇത് ബോധം വന്നു. എനിക്ക് ചില ദുസ്വഭാവങ്ങളുണ്ട്, അത് മാറ്റിക്കളഞ്ഞേച്ച് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് യേശു ദൈവമാണെന്ന് വിശ്വസിച്ചു. യേശു ദൈവപുത്രനെന്നല്ല, യേശു ദൈവം തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചു. എൻ്റെ നാവ് കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോഴാണ് എൻ്റെ പേര് ജീവന്റെ ബുക്കിൽ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചോദിക്കുന്ന, ഈ പാതിരിമാര് തലത്തൊട്ടപ്പനെ കൊണ്ട് ഇത് പറയിപ്പിച്ചിട്ട് ഇവനെ വിടുകയാണ്. ആ കുഞ്ഞ് പ്രായമാവുമ്പോൾ അവൻ സാത്താനെ ഉപേക്ഷിച്ചിട്ടുണ്ടോ? മെശിഹായെ സ്വീകരിച്ചിട്ടുണ്ടോ? ഇവന്റെ നാക്കുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? ഇനി ഇവന്റെ കാര്യങ്ങൾ വല്ലതും നടക്കണം, ഇവരുടെ കൂടോത്രം ചെയ്തു അവിടെ എവിടെയൊക്കെ പോയി ജീവനെ രക്ഷിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഈ പാപത്തിന് മുഴുവൻ കാരണം ഈ രഹസ്യ കുമ്പസാരമാണ്. ഈ രഹസ്യ കുമ്പസാരത്തെ കുറിച്ച് ഒരു വാക്കുകൂടെ എനിക്ക് പറയാനുണ്ട്, സൂചിപ്പിക്കേണ്ട അനുഭവത്തിൽ നിന്നാണ്. ഈ രഹസ്യ കുമ്പസാരമാണ് ഇന്ന് ഇടവകയിൽ കാണുന്ന സകല കലഹത്തിനും വഴക്കിനും കാരണം ഭാര്യ സ്ത്രീയാണ്, ഒരു ബലഹീന പാത്രമാണ്. ഇവളെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നുണ്ട്. ഗബ്രിയേലിന്റെയും മിഖായേലിന്റെയും മുമ്പാകെയും 12 അപ്പോസ്തലന്മാരുടെ മുൻപാകെയും രൂപയുടെ മുമ്പാകെയും ദൈവ ബലിപീഠത്തിന് മുമ്പാകെയും ഞാൻ എൻ്റെ പാപം ഏറ്റു പറയുന്നു. ഇവള് മുഴുവൻ സത്യങ്ങളും പറയും. അങ്ങനെ ഭർത്താവിന്റെ കാര്യങ്ങളും ഭർത്താവിന്റെ അനിയന്റെ കാര്യങ്ങളും ഇത് മുഴുവൻ പറഞ്ഞിട്ട് ഈ ഭർത്താവ് പൊതുയോഗത്തിന് വരുമ്പോൾ ഇവൻ ആരാണെന്ന് ഈ അച്ഛൻ മനസ്സിലാക്കി, പാതിരി മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ എന്തെങ്കിലും ഇരടാ അവിടെ നിന്നെ എനിക്കറിയാമെന്ന് പറയും. ഇങ്ങനെയാണ് കലഹങ്ങളുണ്ടാകുന്നത്. ഈ ഇടവകയിലെ ഈ രഹസ്യ കുമ്പസാരം നിർത്താമെങ്കിൽ ഇടവകയിലെ ക്രൈസ്തവ സമൂഹത്തിലെ കലഹങ്ങൾ 90% മാറിപ്പോകും. സാത്താനെ ഈ രഹസ്യ കുമ്പസാരത്തിൽ കൂടാണ് കലഹിപ്പിക്കുന്ന ഉലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ എന്നൊരു പാട്ടുണ്ട്. സാത്താൻ ഉപയോഗിക്കുന്നത് ഈ രഹസ്യ കുമ്പസാരത്തിൽ കൂടാണ്. വീണ്ടും നമ്മൾ ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. പുരോഹിതന്റെ മുമ്പിൽ പോയി കുമ്പസാരിച്ച ഏക വ്യക്തി ബൈബിൾ ശാസ്ത്രത്തിൽ ഞാൻ ഉപയോഗിക്കുന്നത് ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളാണ്. ആ ബൈബിളിൽ 66 പുസ്തകങ്ങളുണ്ട്. ഈ 66 പുസ്തകവും ഞാൻ വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ടുള്ളതിൽ വെച്ച് പുരോഹിതന്റെ മുൻപാകെ പോയി പാപങ്ങളെ ഏറ്റു പറഞ്ഞ ഒരേ ഒരു വ്യക്തിയെ ഞാൻ കണ്ടുള്ളൂ. അതാരാണെന്ന് ചോദിച്ചാൽ 30 രൂപയ്ക്ക് യേശുവിനെ വിറ്റ് കളഞ്ഞ യൂദായാണ്. യൂദ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഈ പണം കൊടുത്ത പുരോഹിതന്റെ അടുത്ത് തന്നെ യൂദ പോയി പറയുന്നു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ വഞ്ചിച്ചു ഒറ്റി, ഈ പണം എനിക്ക് വേണ്ട, നിങ്ങൾ എന്നെ ചതിച്ചു എന്നും പറഞ്ഞ് ഏറ്റു പറയുമ്പോൾ പുരോഹിതന്മാര് പറഞ്ഞ മറുപടി, നിന്റെ കാര്യം നീ നോക്കടാ, ഞങ്ങൾ പറഞ്ഞ കാശ് ഞങ്ങൾ തന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ആ യൂദ ഈ പണം
ഈ മന്ദിരത്തിൽ എറിഞ്ഞേച്ചു പോവുകയായിരുന്നു. പുരോഹിതന്റെ മുമ്പിൽ കുമ്പസാരിച്ച ഒരേ ഒരു വ്യക്തി വേദശാസ്ത്രത്തിൽ ഇസ്കരിയോത്ത യൂദായാണ്. ഇവൻ ഈ പണം മന്ദിരത്തിൽ എറിഞ്ഞു കളഞ്ഞേച്ച് അതിലൊരു 10 രൂപ തിരികെ എടുത്ത് ഇവൻ പോയി കയറ് വാങ്ങിച്ച് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. പുരോഹിതന്റെ മുമ്പിൽ കുമ്പസാരിച്ചവനൊക്കെ ആത്മഹത്യ ചെയ്യണം. ദൈവത്തോട് കുമ്പസാരിച്ചവന് പാപമോചനം കിട്ടുമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന എന്റെ രത്ന ചുരുക്കം. കാരണം 2 കാലയമന്തുള്ള പുരോഹിതൻ 1 കാലയമന്തുള്ള എന്റെ രോഗം മാറ്റാനായിട്ട് ശ്രമിച്ചാൽ എങ്ങനെ ശ്രമിക്കും ഒന്ന് ചിന്തിച്ചു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ദയറാകളിലൊക്കെ സന്യാസപ്പട്ടക്കാരാണല്ലോ. അങ്ങനെ ഒരു 35 വയസ്സുള്ള ഒരു സന്യാസപ്പട്ടക്കാരൻ 30 വയസ്സുള്ള ഒരു സ്ത്രീയുടെ രഹസ്യഭാവങ്ങൾ മുഴുവൻ അവനോട് പറയണമെന്ന് പറഞ്ഞാൽ ഇത് കവിഞ്ഞൊരു ഒരു മ്ലേച്ഛത ഈ ഭൂമിയിൽ വേറെ എന്തുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പെൺകുട്ടി അവരുടെ രഹസ്യഭാവങ്ങൾ മുഴുവനും അവിവാഹിതനായ തന്നെയല്ല, കാനോനിൽ പറയുന്നുണ്ട്, പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, സന്യാസിക്ക് കുമ്പസാരിപ്പിക്കാൻ അവകാശമില്ല, റംബാന് കുമ്പസാരിപ്പിക്കാൻ അവകാശമില്ല. ഉണ്ടെങ്കിൽ പറ, ഏതെങ്കിലും സഭാ നേതാക്കൾ പറ, റീസ് കോർപ്പിസ്കോപ്പായൊക്കെ ഉണ്ടല്ലോ, ഒന്ന് പറ, എവിടാണ് സന്യാസിക്ക് കുമ്പസാരിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്? അവൻ സന്യാസി, അവൻ കുമ്പസാരിപ്പിക്കുന്നെങ്കിൽ അവൻ സന്യാസിയല്ല, അവൻ കപടവേഷക്കാരനാണ്, കള്ളനാണവൻ. കാരണം പാപം ചെയ്യുന്നതിന് തുല്യമാണ് പാപം കേൾക്കുന്നതും. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഈ പെസഹായ്ക്ക് ആണ്ടുകുമ്പസാരം വരുന്നുണ്ട്. പെരകിട്ടും കിണർദേവും നിർത്തിയിട്ട് ആണ്ടുകുമ്പസാരത്തിന് ഒരുങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടി ഈ വാർത്താ മാധ്യമത്തിൽ കൂടെ ഈ സത്യവിശ്വാസികളെ അറിയിക്കുന്നു. നിങ്ങളുടെ പാപം ദാവീദിനെ പോലെ ദൈവത്തോടേറ്റ് പറയണം. മറച്ചു വെക്കല്. നിനവേരോടുണ്ടായ കോപം നിലവിളിയാൽ നീക്കി. നിനവേക്കാര് പോയി അച്ഛന്റെ അടുത്ത് കുമ്പസാരിച്ചിട്ടല്ല പാപം മാറിയത്, ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരഞ്ഞു. അവരുടെ പാപം മോചിച്ച് കിട്ടിയതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നുണ്ട്. ഈ പെസഹായ്ക്ക് ആവശ്യമില്ലാത്ത പണി കാണിക്കാതെ ഇനി കർത്താനുവാഴ്ച ഓശാന കഴിഞ്ഞ ദിവസം മുതൽ അവരവരുടെ പാപങ്ങളെ അവരവരെ ദൈവസന്നിധിയിൽ അന്നന്ന് വൈകിട്ട് കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ദൈവമേ ഇങ്ങനെ തെറ്റുപറ്റി പോയി എന്റെ അറിവില്ലായ്മയാണ്. ദാവീദ് പറഞ്ഞൊരു വാക്കുകൂടെ ഓർത്ത് പറഞ്ഞോളൂ. ദാവീദ് ഇതുപോലെ പാപം മോചിച്ച് കിട്ടാൻ ദൈവം വൈകിയപ്പോൾ ദാവീദ് ദൈവത്തോട് യഹോവേ വൃക്ഷം വെട്ടിക്കളഞ്ഞാൽ വീണ്ടും കളിക്ക്, എനിക്ക് ഈ ആയിട്ടല്ല ഉള്ളോ, എന്റെ പാവം എന്നോട് പൊറുക്കണമേ. ഇങ്ങനെ നിറകണ്ട നീരോടും വേദനയോടും ദൈവത്തോട് പറയുമ്പോൾ മെസ്സിഹാതമ്പുരാന് മാത്രമേ, ക്രൂശിൽ 3 ആണിമേൽ തൂങ്ങിയ യേശുവിന് മാത്രമേ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ചിട്ടുള്ളൂ. ആ ദൈവത്തിന് മാത്രമേ പാപങ്ങളെ മോചിക്കാൻ അധികാരമുള്ളൂ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കും. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.